പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അമ്മായിമാരുടെ കുത്തിത്തിരിപ്പ് കണ്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന വരുൺ തന്നെ ചതിക്കുകയാണോ കൺമണി എന്നുള്ള സംശയത്തിന് മുന്നിൽ വന്ന് എത്തിയിരിക്കുകയാണ്. തനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വരുൺ. ഇതോടെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് അമ്മായിമാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് കൺമണിയെ ചെന്ന് കാണുന്ന വരുൺ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നത്. എന്താ കൺമണി, മുഖത്ത് ഇപ്പോഴും സന്തോഷം ഇല്ലല്ലോ? നിനക്ക് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഒട്ടും ഇഷ്ടമായില്ലേ? എന്താണ് നിന്റെ മുഖത്തെ ഈ വിഷമത്തിന് കാരണം? ഒന്ന് തുറന്നു പറയൂ. പക്ഷേ ഇത് കേൾക്കുന്ന കൺമണി ഒന്നും തന്നെ സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. കൺമണിയുടെ മുഖഭാഗത്തു നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കൺമണി മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് വരുൺ. അതുകൊണ്ട് തന്നെ സത്യം തനിക്ക് കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വരുൺ. എനിക്ക് കൺമണിയോട് കുറച്ചു നേരം സംസാരിക്കണം. കൺമണി എൻ്റെ കൂടെ പുറത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് വരുൺ. പക്ഷേ തനിക്കിപ്പോൾ അതിനുള്ള ഒരു മൂഡില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൺമണി ഞാൻ തിരികെ പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോകുന്ന വരുൺ എന്തെങ്കിലും പ്രശ്നം കൺമണിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എങ്കിൽ എന്നോട് തുറന്നു പറയാൻ വരുൺ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എനിക്കൊന്നും പറയാനില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കൺമണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വരുണിന്റെ പഴയ സ്വഭാവം മുഖത്തേക്ക് കയറി വരികയാണ്. ആകെ ദേഷ്യം കയറിയതിനെ തുടർന്ന് തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പഴയ സ്വഭാവം പുറത്തേക്ക് വരുണിന്റെ വരികയും ചെയ്യുന്നു. പക്ഷേ ഇത് അതിനുള്ള അവസരമല്ല എന്ന് തിരിച്ചറിയുന്ന വരുൺ വീണ്ടും തൻ്റെ ആക്ടിങ്ങുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ മറ്റൊരു ഗതിയിലേക്ക് പോവുകയാണ്. തിരികെ വീട്ടിലേക്ക് കൺമണിയെ കൊണ്ട് വിടുന്നതിനു വേണ്ടി തയ്യാറാവുകയാണ് കൃഷ്. ഇതേ തുടർന്ന് വീട്ടിലേക്ക് കൺമണി എത്തിയതിനെ തുടർന്ന് കൃഷും കൺമണിയും ഒരുമിച്ച് വീട്ടിലേക്ക് കയറി വരുന്നു. ഇതോടെ കൺമണിക്ക് ഓർമ്മ വരുന്നത് വിവാഹത്തിന് ശേഷം നടക്കുന്ന ചടങ്ങുകളെ കുറിച്ചാണ്. പക്ഷേ ഇതെല്ലാം തൻ്റെ തെറ്റായ ധാരണകളാണ് എന്ന് കൺമണി തിരിച്ചറിയുകയും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് താനിപ്പോൾ സ്വപ്നം കാണുന്നത് എന്ന് കൺമണി മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ചിന്തകൾ ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ കൺമണി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് കൃഷ്. കൺമണിയുടെ മനസ്സിലിപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൃഷ് കഴുത്തിൽ ഇപ്പോഴും ഞാൻ കെട്ടിയ താലി ഉണ്ടല്ലോ എന്ന് കൺമണിയോട് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിപ്പോകുന്ന കൺമണി ആ താലിമാല ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്താണ് കൺമണി നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തതല്ലേ ആ കാര്യം, അത് നീ ഇത്ര സീരിയസ് ആക്കി എടുക്കുകയാണോ എന്ന് കൃഷ് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന കൺമണി എനിക്ക് ആ കാര്യം അത്ര നിസ്സാരമായി തോന്നിയിട്ടില്ല.
ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിമിഷമാണ് ഒരു പുരുഷൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടോ എനിക്ക് ഇപ്പോൾ ഈ താലിമാല വലിച്ചെറിയാൻ തോന്നുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ക്രിഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഞാൻ ചെയ്ത കാര്യങ്ങൾ അത്ര ശരിയല്ല എന്നുള്ള അഭിപ്രായവും ക്രിഷിന് ഉണ്ടാവുകയാണ്. പക്ഷേ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം മാത്രമാണ് ക്രിഷിന്റെ മുന്നിൽ ബാക്കിയാകുന്നത്. ക്രിഷ് ഒടുവിൽ ഈ കാര്യങ്ങളെല്ലാം മഹിയോട് തുറന്ന് സംസാരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ഇതിന്റെ ഭാഗമായി മഹിയെ ചെന്ന് കാണുകയും മഹിയോട് താൻ താലികെട്ടിയ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ കാര്യം വീട്ടിൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ എന്നെ സഹായിച്ചേ മതിയാകൂ. നീയല്ലാതെ മറ്റൊരാളെയും എനിക്ക് വിശ്വാസമില്ല. ഇത് കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് ഇരുന്നു പോവുകയാണ് മഹി. ഇതോടെ എടാ, നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാമോ? ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ വിവാഹ നിശ്ചയത്തിന് മോതിരം അണിയിച്ചു. അതേസമയം അതിനു മുൻപ് തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ നാട്ടുകാർ സാക്ഷിയാകെ താലി കെട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത്? നീ കൺമണിയെ ആണോ മാനസയെയാണോ ഭാര്യയായി കാണാൻ പോകുന്നത്? ആ കാര്യവും എന്നോട് തുറന്നു പറഞ്ഞിരുന്നാൽ എനിക്കൊരു സമാധാനമായിരുന്നു. ഇതിപ്പോൾ ഞാൻ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥയിൽ ഇവിടെ വായും പൊളിച്ച് ഇരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് മാനസിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷേ കൺമണി, അവളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും? അവളാണെങ്കിൽ വരുണിനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹം ചെയ്യാൻ ഇരിക്കുകയുമാണ്. ഇത് കേൾക്കുന്ന മഹി, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. ഞാൻ എന്ത് ചെയ്യാനാടാ? ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത് നീയും അതുപോലെ തന്നെ കൺമണിയും ചേർന്നാണ്. ഇതെന്തായാലും വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രം ഞാൻ പറയാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മഹി. ഇതോടെ ക്രിഷ് ആകെ ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.